മയണൈസ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ദോഷം ചെയ്യും. എന്നാൽ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള മയണൈസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന അതേ മെത്തേഡിലാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആർക്കും ഒരു ദോഷവും ചെയ്യില്ല. സുഖമായിട്ട് എല്ലാവർക്കും കഴിക്കാം. ഹായ്, നമ്മൾ സ്വാവയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിവിടെ മയണൈസ് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ്. അത് പുഴുങ്ങിയ മുട്ടയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് ഒരു ദോഷവും ചെയ്യില്ല കേട്ടോ. സുഖമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് നമുക്ക് തയ്യാറാക്കാം. എല്ലാവരും മയണൈസ് തയ്യാറാക്കുന്നത് പച്ച മുട്ട ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പുഴുങ്ങിയ മുട്ട ഞാൻ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേഗം തന്നെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഒരുപാട് നേരം നമ്മൾ ക്രഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 by 1 ആയിട്ട് ഇട്ട് കാണിച്ചു തരാം. ഒരേ ഒരു അല്ലി വെളുത്തുള്ളിയാണ് ഇനി ആവശ്യം. പച്ച മുട്ട മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അല്ലി വെളുത്തുള്ളി തന്നെയാണ് ഇടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇനി സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു എഗ്ഗായ കാരണം കൊണ്ടാണ് എല്ലാം കുറച്ച് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം വിനാഗിരിയാണ്, സൊറുക്ക എന്ന് പറയും. അപ്പൊ അതൊരു സ്വല്പം ഞാൻ നെയ്യിന്റെ ആ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചാൽ മതി. കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് പോവും. പിന്നെ ഒരു സ്വല്പം ഉപ്പ് കൂടി പോവാതെ സൂക്ഷിക്കണം. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മയണൈസിന്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഉപ്പ് സ്വല്പം ഇട്ട് കൊടുക്കുക, എന്നിട്ട് അടിക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ ആ മിക്സിയുടെ ജാർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ കറക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചത് കറക്റ്റാണ്. കണ്ടോ, നമ്മൾ ജെല്ലി പോലെയാണ് നമ്മുടെ മയണൈസ്. അപ്പം നമ്മൾ പച്ചമുട്ടയിൽ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കാണുമ്പോൾ. പക്ഷേ കുരുമുളക് പൊടി നെയ്യൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ അതിനെക്കാട്ടിയും ടേസ്റ്റ് ആണ് കേട്ടോ പുഴുങ്ങിയ മുട്ട കൊണ്ട് മയണൈസ് ഉണ്ടാക്കുമ്പോൾ. അപ്പം ഞാനിവിടെ തൽക്കാലം മയണൈസിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് ഒന്ന് നെയ്യൊഴിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾക്ക് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിക്കൻ്റെ എന്ത് ഡിഫറെൻറ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിലും മയണൈസ് ഇല്ലാതെ ആരും കഴിക്കില്ല. മയണൈസ് നിർബന്ധമാണ് ഒരു സൈഡായിട്ട്. അപ്പോൾ ഈ മയണൈസ് നമുക്ക് പച്ചമുട്ടയിൽ ഉണ്ടാക്കുമ്പോൾ ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. വയറിനോ അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നുണ്ട് പച്ചമുട്ടയിൽ മയണൈസ് ഉണ്ടാക്കാതിരിക്കുക മാക്സിമം. ചൂടാക്കിയിട്ടുള്ള, അതായത് ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗിൽ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ പുഴുങ്ങിയ മുട്ടയിലാണ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അതായത് പച്ച എഗ്ഗിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നത്. പക്ഷെ മയണൈസ് ഇല്ലാതെ ആരും ഒന്നും കഴിക്കുകയില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹെൽത്തിന് പ്രോബ്ലം ഇല്ലാത്ത വിധത്തിൽ മയണൈസ് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ അതേ മെത്തേഡിൽ ശരീരത്തിന് ദോഷം ചെയ്യാത്ത രീതിയിലുള്ള മയണൈസാണ് നമ്മളിവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത് സ്പൂണിൽ എടുക്കുമ്പോൾ ഒരു ജെല്ലി ടൈപ്പ് പോലെ തന്നെ തോന്നുന്നില്ലേ? നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. ഇനി നമ്മളുടെ കുട്ടികൾക്ക് ധൈര്യത്തോടു കൂടെ നമുക്ക് മയണൈസ് കഴിക്കാം. ഈ മുട്ട ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണമാണ് ദിവസം കഴിക്കാൻ പറയുന്നത്. മിനിമം ഒരെണ്ണമെങ്കിലാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറയുന്നത്. ആ ബ്രെഡ് പൊട്ടിച്ചിട്ട് മയണൈസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് കാണുന്നില്ലേ? മയണൈസ് വിരലിൽ എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ജെല്ലി ആയിട്ട് ഉണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം ഈ പുഴുങ്ങിയ മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ട കൊണ്ട് മയണൈസ് ഉണ്ടാക്കുമ്പോൾ മുട്ട കഴിച്ച പോലെയായി. അപ്പോൾ നമ്മളുടെ വയറ് നിറയും. വിശക്കുമ്പോൾ വയറും നിറയും. ഈ ബ്രെഡോ അല്ലെങ്കിൽ നമ്മൾ എന്ത് കൂട്ടി കഴിക്കുകയാണെങ്കിൽ വയറിന് പ്രോബ്ലവും ഇല്ല, ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ. പ്രായമായവർക്കും കുട്ടികൾക്കും ഇനി ഹെൽത്തി ആയിട്ട് ഫുഡ് കൊടുക്കാം, പേടിക്കണ്ട. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഈ മയണൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണം. അതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.